Hello guys, welcome to my YouTube channel. Who knows me better? എന്നെ നന്നായി അറിയാവുന്ന ആര്? ഇതാണ് നമ്മുടെ ചാലഞ്ച്. ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലാതെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവർക്ക് രണ്ടുപേർക്കായിട്ട് ചോദിക്കും. ഇതെന്റെ സിസ്റ്ററാണ്, ഇതെന്റെ ഇക്കാടെ മകനാണ്. സോ ഇവർക്ക് രണ്ടുപേർക്കും എന്നെ അറിയാം, നന്നായിട്ട് അറിയാവുന്ന രണ്ട് വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. അപ്പൊ എന്നെ കൂടുതൽ അറിയാവുന്ന, എന്റെ ഇഷ്ടങ്ങൾ അറിയാവുന്ന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണോ അറിയുന്നത് അവർക്ക് പോയിന്റ് കൂടിക്കൊണ്ടിരിക്കും. അത് ജയിക്കുന്ന ആൾക്ക് മന്തി. എന്നാ തെറ്റിച്ചാലോ ഒരു കിട്ടില്ലം പണിഷ്മെന്റ് ഉണ്ട് ഗൈസ്. വേറൊന്നുമല്ല, കാണാവോ? ഇത് മറ്റേ റെഡ് ചില്ലിയുടെ സംഭവമാണ്. ഗ്രീൻ ചില്ലിയുടെ സംഭവമാണ്. ഇത് നമ്മൾ ഒരു സ്പൂൺ കഴിക്കണം. 2 സ്പൂൺ വേണോ? റെഡിയാണോ? 2 സ്പൂൺ കഴിക്കാൻ റെഡിയാണോ? കൂടുതലാ? ചെറിയ സാധനല്ല ഇത്, കാണുന്നതല്ല. നല്ല എരിവുണ്ട്, നല്ല സഫിക്കേഷൻ ആയിരിക്കും ഇത് കഴിക്കുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം ഇല്ലേ? ഓക്കെ, ആദ്യത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. ഇതെവിടെ പോവാ? ഫ്രണ്ടിലോട്ട് കയറി. ഇവരില്ല പരീക്ഷയ്ക്ക് എക്സാം എഴുതാൻ മറ്റേ ബാക്ക് ബെഞ്ചേഴ്സ് ഇരിക്കുന്ന പോലെ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേറെ ഒന്നുമല്ല, എന്റെ ഇഷ്ട ഭക്ഷണം ഏതാണ്? വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്? എന്താണ് കോപ്പി അടിക്കാൻ മോന്തിരിക്കാൻ വേണ്ടിയാണ്? കോപ്പി അടിക്കും. ഇത്ര കാലിക്കണോ? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും ഇത്രയൊന്നും ആലോചിച്ചിട്ടില്ല. എഴുതിയോ? ശരി, 2 ഫുഡുണ്ട്. അതിന്റെ അകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് കുഴിമന്തി തന്നെയാണ്. രണ്ടുപേരിൽ ആരാണ് കുഴിമന്തി? 2 പേര് എഴുതിയിട്ടുണ്ടോ? ചിക്കൻ ബിരിയാണി, ദോശ, ഒന്ന് സദ്യ. സദ്യയാണ് എന്റെ ഫേവറേറ്റ്. അതിൽ ഏതെങ്കിലും ഒന്ന് ശരിയാക്കിയാൽ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വിട്ടുവീഴ്ച കൊടുക്കായിരുന്നു. സോ ഗായ്സ്, 2 പേര് ആദ്യത്തെ ചോദ്യം തന്നെ തെറ്റിച്ചിരിക്കുകയാണ്. അതെ, തെറ്റിച്ചിരിക്കുകയാണ്. അത് നമുക്ക് 2 പേർക്കും പണിഷ്മെന്റ് കൊടുക്കാം. അല്ല, ഓരോ ചോദ്യം തെറ്റിക്കുന്ന ആൾക്ക് ഓരോ പണിഷ്മെന്റ്. ഒരു സ്പൂൺ വെച്ച് ഇത്തിക്ക് മാത്രം 3 സ്പൂൺ. ഒരു സ്പൂൺ. വലിയൊരു നല്ല ചെറിയതായിട്ട് വരുന്നത്. ഞാനിത് ടേസ്റ്റ് ചെയ്യുന്നില്ല കാര്യം എനിക്ക് അറിയാം ഇതിന്റെ സംഭവം എങ്ങനെയാണ്. ഇവന്റെ കറക്റ്റ് എക്സ്പ്രഷൻ അറിയണമെങ്കിൽ ഇവന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വയ്ക്കരുത്, കുറച്ചില്ലേ, കുഴപ്പമില്ല. ശരി, അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ 2 പേരും അതിവിദഗ്ധമായിട്ട് തോറ്റിരിക്കുകയാണ് ഗൈസ്. ഞാനാണ് ഈ റൗണ്ടിൽ ജയിച്ചത്. 2 പേര് ഇതുപോലെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മന്തി എനിക്ക് കഴിക്കാവോ? കഴിക്കാം. ശരിക്കും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യണ്ടായിരുന്നു. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. ഇവർക്ക് 2 പേർക്കും എനിക്ക് തോന്നുന്നു ഈ ചോദ്യത്തിന്റെ ഉത്തരം 2 പേര് ശരിയാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഞാനൊരു രാത്രി സഞ്ചാരിയാണോ അതോ രാവിലെ എഴുന്നേൽക്കുന്ന ആളാണോ? ഇതാണ് ചോദ്യം. അല്ല, ഏതെങ്കിലും. ഞാൻ രാത്രിയാണോ എനിക്ക് കൂടുതൽ ഇഷ്ടം അതോ രാവിലെയാണോ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. എന്റെ ക്വസ്റ്റ്യൻ അവൻ കോപ്പി അടിച്ച് എഴുതിയിരിക്കാൻ പോകുന്നത്. എഴുതി ഗൈസ്, ഞാൻ ആ സത്യം പറയാൻ, എനിക്ക് രാവിലെ എഴുന്നേക്കണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ ആക്റ്റീവ് ആവുന്ന രാത്രി തന്നെയാണ്. അത് സത്യമാണ്. 2 പേര് ഉത്തരം ശരിയാക്കിയിരിക്കാണ്. ഇപ്പൊ 2 പേരും എന്ത് നോക്കട്ടെ. ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇതിൽ നിന്ന് ഞാൻ എന്താണ് മനസ്സിലാക്കാൻ? എന്തോ സംഭവം ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എന്തുവാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അവരും മനസ്സിലാകുന്നില്ല. കണ്ടോ, എന്താണ് ഇതിന് എവിടെ നോക്കിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്? ഇതുപോലെ തന്നെയാണ്. വേറെ ഇതെന്തുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്?
ആമിത്തി എഴുതിയത് അതൊന്നും കുഴപ്പമില്ല. പറയാ അല്ല, അപ്പം ആമിത്തി എഴുതിയത് ഞാൻ അങ്ങനെ ഞാൻ വിചാരിച്ച് ആമിത്തി എഴുതി കഴിയുമ്പോ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ അങ്ങനെ. മനസ്സിലായോ? അല്ലോ മനസ്സിലായോ? ഞാൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന നിർത്തണോന്നാണോ അങ്ങനെയില്ല, ടൈമർ ഒന്നും ഇല്ല. രണ്ടുപേർക്ക് എഴുതി കഴിയാൻ ഇഷ്ടം പോലെ സമയം വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കും. ഞാൻ കിടന്ന് ഉറങ്ങി എണ്ണീറ്റിട്ടത്. അപ്പം ഇതിന് നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? നിങ്ങൾ പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഐസ്. ഇതിനൊരു പൊട്ട ഉത്തരം എഴുതി വെച്ചേക്കുന്നു. സത്യം പൊട്ട ഒന്നും എഴുതിയിട്ടില്ല. ഒന്നും എഴുതിയിട്ടില്ല. ഇത് കണ്ടോ ഗൈസ്? ഞാൻ ചോദിക്കട്ടെ, ഇത് എന്താണ് എഴുതാതിരുന്നതിന്റെ കാരണം എന്താ? ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെ ആയിരിക്കും. എങ്ങനെ ഇതെന്ത് എഴുതിയേക്കുന്നത്? ഇത് ഇത് ഏത് ലെറ്റർ ഇത്? അതെ, അറബിയാണോ വേറെ അല്ല, മനസ്സിലാവുന്നില്ല ഗൈസ്. ഇത് എന്താണ് പുള്ളി ഉദ്ദേശിച്ചത്? എന്ത് സംഭവം എന്താ പറ? അത് ഞാൻ നൈറ്റ് എന്ന് എഴുതിയതാ. ഇവിടെ ഒരു എൻ, ഒരു ടി അല്ലെങ്കിൽ ഒരു ജി എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ചന്ദ്രനെങ്കിലും വരച്ചു വയ്ക്കായിരുന്നു മനസ്സിലാവാൻ വേണ്ടിട്ട്. ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം? തെറ്റ്. അര സ്പൂൺ കുഴിക്കട്ടെ. അറിയോ? പറ്റത്തില്ല, ഞാൻ കറക്റ്റ് ആക്കി എഴുതുന്നത്. ഞാൻ ഇപ്പം വേറെ വഴി എന്തോ സത്യം പറ, എന്തുവായിരുന്നു മനസ്സിൽ? എന്തുവായിരുന്നു ഉള്ളത്? എനിക്കറിയാം. നൈറ്റ് എന്ന് എഴുതാൻ പോ. അപ്പൊ എന്നെ ഞാൻ വിചാരിച്ച ആമിത്തി ഇവിടെ എന്നും ഇല്ല, ഏനില്ല, ഒന്നുമില്ല. അതുപോലെ അങ്ങനെ എഴുതാൻ പോയതാ. അപ്പഴത്തെ ആമിത്തി എഴുതിയോണ്ട് ഞാൻ ആ ദോശയുടെ സ്പെല്ലിങ് കറക്റ്റ് ആയിട്ടോ. ദോശ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തവളയോ? എന്നാ അവന് വേണ്ടിട്ടാണെങ്കിൽ ഫസ്റ്റ് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്യണോ? കാരണം അവൻ മനസ്സിൽ ഉദ്ദേശിച്ച ആൻസർ ശരിയാണെങ്കിൽ നമ്മള് ഇനി അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ട് എഴുതാഞ്ഞതാണോന്ന് എനിക്ക് എന്നാ ഒരു അറിയില്ല. മാർക്ക് കിട്ടും. ഇനി പറ്റത്തില്ലേ? ശരി, ഇനി വരത്തില്ല. ഓക്കെ ഗൈസ്, ഇപ്പം 2 ചോദ്യം കഴിഞ്ഞ്. ഒരു ചോദ്യത്തിന്റെ അകത്ത് രണ്ടുപേരും ഉത്തരം ഒരേപോലെയാണ് ചിന്തിച്ചത്. പക്ഷെ ഉത്തരം എഴുതി വന്നപ്പം ആദ്യം കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആളെന്തോ തവളയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് വിട്ട് ഇനി കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതുക എന്നുള്ളതുകൊണ്ട് അതിനുശേഷം ഇവന്റെ അടുത്ത് നമ്മൾ ആദ്യം ചുറ്റിക്കുന്നതാണ്. ഇപ്പൊ എത്രല്ല പഠിക്കുന്നത്? ഞാനിപ്പം 7. 7ാം ക്ലാസ്സിലാണ് ഗൈസ്. അതിൻ്റെതായിട്ടുള്ള ചെറിയ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ച് വിട്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാം. എന്റെ ഫേവറേറ്റ് ഹോബി എന്താണ്? ഒരു 2-3 ഹോബീസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് ശരിയാക്കിയാൽ മതി. 2 ഹോബീസിൽ ഏതെങ്കിലും ഒന്ന് ശരിയാക്കിയാൽ മതി. മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് അതിലേതെങ്കിലും ഒന്ന് ശരിയാക്കിയാൽ മതി. ഹോബീസ് അല്ലേ ഇഷ്ടംപോലെ ഉണ്ട് എനിക്ക്. ഒരെണ്ണം മാത്രം ഇട്ടാൽ പറ്റത്തില്ല. പാട്ട് കേൾക്കൽ, യാത്ര പോകൽ, സിനിമ കാണൽ യാത്ര പോകാറുണ്ട്. ഉണ്ട്. മൂവി ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 2 എഴുതിയാ? മൂവി മൂവി ബാക്കി എന്താ? മൂവി ട്രാവലർ ട്രക്ടർ ഒക്കെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ അകത്ത്. കുഴപ്പമില്ല, മൂവി എഴുതിയിട്ടുണ്ട്. ഞാൻ ട്രാവലിംഗ് എഴുതി. അപ്പൊ 2 പേരും ഇതിന്റെ അകത്ത് ജയിച്ചിരിക്കുകയാണ്. അപ്പൊ എത്ര മാർക്ക് ഇതായി? എനിക്ക് 2 മാർക്ക്. വിട്ട് തന്നതാ പിന്നെ. അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ കുട്ടിക്കാലത്തെ വിളിപ്പേര് എന്തായിരുന്നു? ഇരട്ടപ്പേരല്ല, നിക് നെയിം. മനസ്സിലായോ? വാട്ട് വാസ് മൈ ചൈൽഡ്ഹുഡ് നിക് നെയിം? എന്റെ നിക് നെയിം, എന്റെ സ്കൂൾ സമയത്തുള്ള കുട്ടിക്കാലത്ത് എന്നെ കൂട്ടുകാരെല്ലാം വിളിക്കുന്നത്. വിളിക്കുന്നത്. മേ ബി ഇപ്പോഴും ആ പേര് എന്നെ വിളിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ക്ലൂ ഇല്ല. എന്റെ കുട്ടിക്കാലത്ത് വിളിപ്പേര് എഴുതുന്നില്ല. സിമ്പിൾ അല്ലേ? അവനെ ആലോചിച്ചോണ്ടിരിക്കുക, എഴുതുന്നില്ല. സിമ്പിൾ ക്വസ്റ്റ്യനാ. ഞാൻ ഓക്കെ. നാസിൽ അഥവാ നാച്ചു. നാസിൽ. ഓക്കെ, കറക്റ്റ്. ഞാനതാ ചോദിച്ചത്, 2 എഴുതണോ ഓർമ്മ എഴുതണോ? നാച്ചൂന്ന് എഴുതണം. സത്യം പറഞ്ഞാൽ റാഫിന്ന് എഴുതിയാൽ വെട്ടി, എന്നിട്ട് ഞാൻ നാസിലിന് ഭാഗ്യമില്ല. ആള് ഫോണിൽ നോക്കി. ആ ഫോണിൽ നോക്കിയാൽ ഉത്തരം ഇല്ലല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന കാര്യം എന്താണ്? എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ദേഷ്യം വരും. അത് എന്ത് കാര്യമാണ്?
ഒറ്റ കാര്യം ചെയ്താൽ പറ്റത്തില്ല. ഇനി ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഇതുവരെയുള്ള ഓപ്ഷനൊക്കെ കഴിഞ്ഞ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന കാര്യം എഴുതിയോ ഉറപ്പാണ്? ഗൈസ് ഞാൻ പറയാം ആദ്യം ഞാൻ പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് കള്ളം പറയുമ്പോഴാണ്. കള്ളം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്താ അത് ഞാൻ വൃത്തിയില്ലായ്മ, അത് എനിക്ക് ദേഷ്യം വരും. പക്ഷെ എനിക്ക് ഏറ്റവും അധികം ഹൗസ് ക്ലീനിങ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ എനിക്ക് ഏറ്റവും അധികം ദേഷ്യം വരുന്നത് കള്ളം പറയുന്നത്. കള്ളം പറയുന്നത് എനിക്ക് ദേഷ്യം വരും. ഇപ്പൊ രണ്ടുപേരും കഴിക്കണം ഗൈസ്. ഇവര് തെറ്റിക്കുമ്പോ രണ്ടുപേരും ഒരേപോലെ തെറ്റിക്കുന്നു, ശരിയാക്കുമ്പോ രണ്ടുപേരും ഒരേപോലെ ശരിയാക്കുന്നു. എനിക്കറിയത്തില്ല ഗൈസ് ഈ ചലഞ്ച് എവിടെ പോയി നിൽക്കുന്നു എനിക്കറിയത്തില്ല. സോ രണ്ടുപേർക്കും പണിഷ്മെന്റ് ഏതായാലും കൊടുക്കും. ഞാൻ സന്തോഷവാനാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത്. പിന്നെന്തെടുക്കാ, ചലഞ്ചിന് വേണ്ടി മാത്രം മേടിച്ചത്. പകുതി ഇല്ലാതിരിക്കാണ് ഗൈസ്. നേരത്തെ കഴിച്ചാൽ ഇപ്പോഴും ആയിട്ട് മാറിയിട്ടില്ല. ഇപ്പഴാ അവനിരിക്കുന്നത്. ഇനി കുറച്ച് കഴിക്കുന്നു ഗൈസ്. ടേസ്റ്റ് എന്താന്നുള്ളത് നല്ല എരിവുണ്ട്. വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. വലിയ ഇഷ്ടമാണ്. ഇനി കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ എന്റെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ അഭിമാനിച്ച നിമിഷം, പ്രൗഡായിട്ട് എനിക്ക് തോന്നിയ നിമിഷം ഏതായിരുന്നു? വാട്ട് ഈസ് മൈ പ്രൗഡ് അച്ചീവ്മെന്റ് ഇൻ മൈ ലൈഫ് എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ ജീവിതത്തിൽ ഏറ്റവും അഭിമാനിച്ച മൊമെന്റ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇവനില്ല അതിൽ എഴുതിയിട്ടുണ്ടോ കറക്റ്റ് ആയിട്ട്? ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. എന്റെ പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ട്, ഏകദേശം ക്ലൂ നോക്കിയാണ്. എന്തായാലും ഉത്തരം ആദ്യം ഇവന്റെ അടുത്ത് ചോദിക്കില്ലേ? പറ, എന്താണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് അഭിമാനം തോന്നുന്നത്? അതെ, ഞാനൊരു ഫിലിം സ്കൂളിൽ സ്ക്രീൻ ആക്ടിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ബെസ്റ്റ് പെർഫോമർ ആയിട്ട് എനിക്ക് അവാർഡ് കിട്ടിയത് ശ്രീകാന്ത് മുരളി സാർ, ഫിലിം ആക്ടർ ശ്രീകാന്ത് മുരളി സാറിന്റെ നിന്നാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. അത് സിബി മലയിൽ സാറും ലിയോ തബി സാറും അവരൊക്കെ ഉള്ള സമയത്ത് അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഏറ്റവും പ്രൗഡായിട്ടുള്ള മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മായി ഉപ്പായി ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ അവാർഡ് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. സോ രണ്ടുപേരും അത് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലുണ്ടോ? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ജോലിക്ക് പോയ എന്ത് ജോലിക്കാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പോയത്? ഇവന്റെ നോക്കാം. ഇവൻ കാരണം ഇച്ചിരി അക്ഷരത്തെറ്റൊക്കെ അയച്ച് എഴുതുന്നതുകൊണ്ട് ചിലപ്പോ രണ്ടു വളർത്തി കാലുകളാണ്. അതുകൊണ്ട് ഇവന് നോക്കിയതിന് ശേഷം മാത്രം ഞാൻ ഉത്തരം റിവീൽ ചെയ്യാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, അക്ഷരത്തെറ്റ് കുറച്ചൊക്കെ വരുത്തുന്നുണ്ട്. സോ പക്ഷെ പുള്ളി ഉദ്ദേശിക്കുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. ഞാനൊരു മൊബൈൽ ഷോപ്പിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. മൊബൈൽ സർവീസ്. ശരിയല്ലേ? രണ്ടുപേരും ഉത്തരം ശരിയാക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരേപോലെ ശരിയാക്കുകയാണ്. തെറ്റിക്കുകയാണെങ്കിൽ ഒരേപോലെ തെറ്റിക്കുകയാണ്. ഇതിലിപ്പോ ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. രണ്ടുപേർക്കും എന്റെ പേഴ്സണലി അറിയാവുന്ന കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. അറിയാത്ത കാര്യങ്ങൾ രണ്ടുപേർക്കും അറിയാം. വാട്ട് ഈസ് മൈ ഡ്രീം ജോബ്? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്റെ സ്വപ്ന ജോലി എന്താണ്? വാട്ട് ഈസ് മൈ ഡ്രീം ജോബ്? എന്റെ സ്വപ്ന ജോലി എന്താണ്? ഇത് ശരിയാക്കിയില്ലെങ്കിൽ, ഒരാൾ തെറ്റിക്കുകയാണെങ്കിൽ ഇത് ഫൈനൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. അല്ലെങ്കിൽ ഇനിയും വേണം. ഓക്കെ, വാട്ട് ഈസ് മൈ ഡ്രീം ജോബ് എന്നുള്ളതിനുള്ള എന്റെ ഉത്തരം പറയുന്നതിന് കഴിച്ച്
യെസ്, മൂവി ആക്ടർ ആകുക എന്നുള്ളതാണ് എനിക്ക്. കാരണം എനിക്ക് ആക്ടിങ് എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ രണ്ടുപേരും ശരിയാക്കി ഗൈസ്. അടുത്ത ദിവസം, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കളർ? എന്റെ ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? ഇനി മാറിയോന്ന് അറിയത്തില്ല. ഇല്ല, എനിക്ക് പണ്ട് ഞാൻ പറയുന്നില്ല, കൂടുതൽ ക്ലൂകൾ കൊടുക്കുന്നില്ല ഗൈസ്. ഒരു ക്ലൂ തന്നെ, എനിക്ക് അങ്ങനെ ഇതറിയത്തില്ല. അറിയണം, അതാണ് ഗെയിം, ചലഞ്ച് അതാണ് ഇല്ലേ? ഒരു ഊഹ എഴുതി. ആ, ഒരു ചിന്തിച്ചു നോക്കൂ പെട്ടെന്ന്. ഓക്കെ ഓക്കെ, എന്റെ ഇഷ്ടപ്പെട്ട കാണിക്കും. ഓ മൈ ഗോഡ്, കാണിക്കും. റെഡ് ഗൈസ്. എനിക്ക് എല്ലാ നിറങ്ങളും ഇപ്പൊ ഇഷ്ടമാണ്, കറന്റ്ലി എനിക്ക് എല്ലാ നിറങ്ങളും ഇഷ്ടമാണ്. സോ പക്ഷെ എനിക്ക് പണ്ട് കുഞ്ഞിലും ഇഷ്ടമുള്ളത് റെഡ് ആയിരുന്നു. രണ്ടുപേരും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, റെഡ് തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഒരു അന്ത്യമില്ലേ ഗൈസ്? സീരിയസ് പറയണോ? റെഡ് ആയിരുന്നു എന്റെ ഫേവറേറ്റ് കളർ കുഞ്ഞില്. ഞാൻ പിന്നെ ഒന്ന് കള്ളം പറയുകയാണെന്നാണോ വിചാരിക്കുന്നേ? ഞാനത് സത്യം എനിക്ക് ഒരിക്കലും പേടിയില്ല. ഞാൻ ചുമ്മാ അപ്പത്തെ റെഡ് എന്ന് എഴുതിയതാ. നമ്മള് ഏഴാമത്തെ ക്വസ്റ്റ്യന്. ഓക്കെ, പത്താമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്റെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? വാട്ട് ഈസ് മൈ ഫേവറേറ്റ് മൂവി? മലയാളമാണോന്ന് വെച്ചാൽ മലയാളമാണ്. ഉത്തരങ്ങൾ പറഞ്ഞു തരായിരുന്നു. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് മൂവി? അതായിരിക്കാന്ന് എനിക്ക് അറിയത്തില്ല, പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറയുന്നില്ല, ക്ലൂ ഇല്ല. ടഫ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടുപേരും ശരിയാക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ശരിയാക്കുന്നുണ്ട്, ശരിയാക്കിയില്ലെങ്കിൽ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു നമുക്ക് ഈ ചലഞ്ച് നിർത്തിയിട്ട് ഈ മന്തി ആർക്കെങ്കിലും കൊടുക്കണ്ടേ കാര്യം നമ്മുടെ വീഡിയോ. ഓക്കെ, എന്റെ ഫേവറേറ്റ് മൂവി എന്ന് പറഞ്ഞാൽ CID മൂസാണ്. ഏതാണ്? ഒരാള് ലോഗ് എഴുതിയിട്ടുണ്ട്, പക്ഷെ CID മൂസയാണ് എന്റെ ഫേവറേറ്റ്. കുഞ്ഞിലെ ഞാൻ ഒരുപാട് കണ്ട് ചിരിച്ച സിനിമയാണ്, നല്ല ക്രിയേറ്റീവ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ഗൈസ്. രണ്ടുപേരും തെറ്റിച്ചോണ്ടിരിക്കുക ഗൈസ്, എന്ത് ചെയ്യും ഗൈസ്? ഞാൻ ഇത് നമ്മള് ഒരു സ്പൂൺ കഴിക്കണം. 2 സ്പൂൺ വേണോ? റെഡിയാണോ? 2 സ്പൂൺ കഴിക്കാൻ റെഡിയാണോ? മിക്കവാറും ഇവര് ഇത് കഴിച്ച് വയറ് നിറയ്ക്കുമെന്നാണ് തോന്നുന്നത്. മറ്റേ അരവണ പായസം ഒക്കെ അറിയാവോ? ജാമൊക്കെ പോരി, പീനട്ട് ബട്ടർ ഒക്കെ പോരി തിന്ന പോലെ ഒരാള് തിന്നുന്നത്. ഇത് വലിയ ഇതില്ല കേട്ടോ. പച്ചമുളക് കൊടുത്താൽ മതിയായിരുന്നു ഗൈസ്. കഴിച്ചു നോക്കി, പക്ഷേ ഇതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ട്രാവലിംഗ് സ്പോട്ട്? എന്റെ ഇഷ്ടപ്പെട്ട യാത്രാ സ്ഥലം ഏതാണ്? എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട യാത്രാ സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ എനിക്ക് പോവാൻ ആഗ്രഹമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പോയതായിരിക്കാം, അങ്ങനെ എന്തായിരിക്കാം എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം? അതായിരിക്കും എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് പറയട്ടെ. ഇല്ല, ഞാനും പറഞ്ഞതരാൻ കാണിക്കത്തില്ല. ഔറാകുളമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളി ഉദ്ദേശിച്ച എറണാകുളമാണ്. എറണാകുളമാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഏതുവഴി പള്ളി? സോ ഗൈസ്, രണ്ടുപേരുടെ ഉത്തരം തെറ്റാണ് ഗൈസ്. എനിക്ക് തായ്ലാന്റ് പോകാനാണ് ഗൈസ് ഇഷ്ടം. ഇന്റർനാഷണൽ ഒക്കെ പിടിക്കാതെ ചെറിയ ചെറിയ പോയതില്ല. ഞാൻ പറഞ്ഞു പോവാൻ ഉദ്ദേശിക്കുന്നതായിരിക്കാം. തായ്ലാന്റ് എനിക്ക് പോവാൻ ആഗ്രഹമുള്ള സ്ഥലമാണ്. പറഞ്ഞിട്ടില്ല. പണിഷ്മെന്റ് കൊടുത്ത് പറഞ്ഞു ഗൈസ്. അവസാനം മതി. അല്ല ഗൈസ്, നമ്മൾ ഇതുവരെ നമ്മൾ കറക്റ്റ് ആയിട്ട് പോയിട്ട്
പിന്നെ ഛർദിക്കുന്നു. ഗൈസ് എനിക്കത് ഭയങ്കര സീനാണ് ഗൈസ്. എനിക്കതിന് വിഷമം തോന്നുന്നു ഗൈസ്. രണ്ടുപേരും ഇത് ലാസ്റ്റ് കുടിക്കുവേ. ഒരു കവർ ഫുള്ള് ഇരുന്നേ ഗൈസ്. ഇതാണ് ഇത്രയും കുടിച്ച് ഇവര് തീർത്ത്. ഇത്രയും അറിയില്ല ഗൈസ്. പകുതിയോളം തീരാറായിട്ടില്ല. ഓക്കെ, നമുക്ക് വേറൊരു ചോദ്യം ചോദിക്കാം. ഞാൻ ആദ്യമായിട്ട് പഠിച്ച സ്കൂൾ ഏതാണ്? ഞാൻ ആദ്യമായിട്ട് പഠിച്ച സ്കൂൾ ഇതില്ല കാണിക്കും. ഞാൻ രണ്ടുപേരെ നോക്കിയിട്ട് ഞാൻ റിവീൽ ചെയ്യാം. കറക്റ്റ് ആയിട്ട് എഴുതി ഗൈസ്. ചിൽഡ്രൻസ് പാലസ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ശരി, ഇനി ഞാൻ കുറച്ച് എന്റേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവില് രണ്ടുപേരും ഉത്തരം പറയുന്നുണ്ട് ഗൈസ്, ഇല്ലെങ്കിൽ ഇല്ല. ശരി, കണ്ണാടിയിൽ നോക്കുമ്പോൾ സാധാരണയായി ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ്? ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ, അതായത് മിററിൽ നോക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ്? എന്റെ ഒരു ഉത്തരം നോക്കാം ഗൈസ്. രണ്ട് കാര്യമുണ്ട് ഗൈസ്, അതിലൊന്ന് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ്? കറക്റ്റ് ആണ് ഗൈസ്. ഞാൻ എന്റെ മുടിയാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. രണ്ടാമത് ഞാൻ ശ്രദ്ധിക്കുന്നത് കണ്ണാണ്. ശരി, എനിക്കൊരു സൂപ്പർ പവർ കിട്ടിയാൽ ഞാൻ എന്ത് സൂപ്പർ പവർ തെരഞ്ഞെടുക്കും? ഗൈസ്, നിങ്ങളുടെ ഞാനൊരു സീക്രട്ട് ആയിട്ട് പറയണം. ഞാനിത് നേരത്തെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഗൈസ്. എനിക്കൊരു സൂപ്പർ പവർ കിട്ടിയാൽ ഞാൻ എന്ത് തിരഞ്ഞെടുക്കും? അതുകൊണ്ട് എന്റെ മനസ്സിലുണ്ട്. സോ ഇവര് കറക്റ്റ് ആയിട്ട് എഴുതുന്നില്ലേ? എനിക്കൊരു ശക്തി, അതായത് സൂപ്പർ പവർ ഉണ്ടല്ലോ. അല്ല, ഇപ്പം ലോകായ്ക്കൊക്കെ ഒരു സൂപ്പർ പവർ ഉണ്ടല്ലോ. ലോക മിന്നൽ മുരളി, അതുപോലെ ഒരു സൂപ്പർ ആർക്കറിയാലോ. ലോക മിന്നൽ മുരളിയൊക്കെ പോലെ സൂപ്പർ പവർ കിട്ടിയ ഞാൻ എന്ത് സൂപ്പർ പവർ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്? എഴുതിയോ? എഴുതൂ. എനിക്കൊരു സൂപ്പർ പവർ കിട്ടിയാൽ ഞാൻ എന്ത് സൂപ്പർ പവർ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്? എന്നോടാ കളി. എഴുതിയോ? കാണിക്കൂ. പറക്കുക എന്നാണ് അത് എഴുതിയത്. ശക്തിയുള്ള എന്താണ് ആ സൂപ്പർ പവർ? എന്താണ് പവർ എന്ന് മാത്രം എഴുതി. അത് എന്ത് പവർ ആണെന്ന് എഴുതിയിട്ടില്ല. ഞാൻ അതാണ് ഞാൻ ചോദിച്ചത്. സൂപ്പർ പവർ കിട്ടി എന്ത് പറ? ഞാൻ തെരഞ്ഞെടുക്കുക ഇൻവിസിബിൾ ആവാനുള്ള, അമാനുഷികനാവാനുള്ള, വാനിഷ് ആവുക, ഇൻവിസിബിൾ ആവുക എന്നുള്ള ഒരു സൂപ്പർ പവർ ആയിരുന്നു ഞാൻ തെരഞ്ഞെടുത്തത്. സോ പക്ഷെ രണ്ടുപേരും, ഒരുത്തം പറക്കാനും ഒരുത്തി പവറും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് രണ്ട്? ഓക്കെ, ഓട്ടെ. രണ്ടുപേരും ഉത്തരം തെറ്റിച്ചിരിക്കുകയാണ്. സോ നമുക്ക് എന്താണ് ഇതിന്റെ പേര്? എന്താണ്? ഗ്രീൻ ചില്ലി സോസ്. ഗ്രീൻ ചില്ലി സോസ് കൊടുക്കണം വേണം ഗൈസ്. കുറച്ച് കൊടുക്കാം, ഭാവല്ലേ. ഇത് കഴിച്ച് രണ്ടുപേരുടെ ഉപ്പാണ്. കൈവെള്ളം തരട്ടെ. ചേച്ചി കൂടുമ്പോ ലാസ്റ്റ് അല്ലേ ഇടുവാണ്. ശരി, ഒരു ദിവസം മുഴുവൻ ഞാൻ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന കാർട്ടൂൺ കഥാപാത്രം ഏതാണ്? അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ. ഒരു ദിവസം മുഴുവൻ ഞാൻ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ ഹീറോ ഏതാണ്? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ.
4 വർഷമായി. 15ാമത്തെ എഴുതുന്നത്. ചിലര് ക്ലൂ തരണം. ക്ലൂ ഇല്ല ഗൈസ്, ഇതിന് ക്ലൂ ഇല്ല. നീ എഴുതിയാ? ഉം. സോറാബുച്ചി അല്ലാതെ എഴുതിയത്. പറയൂ ഗൈസ്. ഞാൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ ക്യാരക്ടർ. ഓക്കെ ഗൈസ്, സോ നോക്കാം ഏതാണ് പറയുന്നത്. സ്പൈഡർമാൻ ഗൈസ്, സ്പൈഡർമാൻ തന്നെയാണ് ഗൈസ് ഞാൻ ആവാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടർ. രണ്ടുപേരും ശരിയായി. ഞാൻ അവസാനം ചുമ്മാ പക്ഷെ എനിക്ക് സ്പൈഡർമാൻ ആണ് ഇഷ്ടം. സ്പൈഡർമാൻ ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Guys, എന്താ അറിയാണ്ട് ഈ കത്തൽ സ്പൈഡർമാൻ സിനിമ ആണ് അല്ല, സ്പൈഡർമാൻ. ഈ കർട്ടന്റെ പിന്നെ വരെ സ്പൈഡർമാൻ ഒളിഞ്ഞിരിപ്പുണ്ട് ഗൈസ്. ഇപ്പൊ എനിക്ക് തോന്നി സ്പൈഡർമാൻ. സ്പൈഡർമാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് സിമ്പിൾ ആണ് ഗൈസ്, അവർക്ക് പറയാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല അത് ഗൈസ്. തുണ്ടല്ലേ ഒരു ഗൈസ്. ശരി, ഞാൻ എപ്പോഴും ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടു നടക്കാൻ സാധ്യതയുള്ള ഒരു സാധനം മൊബൈൽ ഫോൺ അല്ല. എങ്കിൽ മൊബൈൽ ഫോൺ അതെന്തായാലും ഞാൻ എടുക്കും, അത് വേറെ കാര്യം. അതല്ലാതെ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ, ഞാൻ എൻ്റെ റൂമിൽ നിന്ന് കുറച്ച് ദൂരോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കാൻ സാധ്യതയുള്ള ഒരു സാധനം. രണ്ട് സാധനം ഉണ്ടാവും പറ്റും. ഒറ്റ സാധനം. അതെന്തോ കൊറേ. കാരണം ഞാൻ ഒരു സാധനമാണ്, എന്റെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഹെഡ്ഫോൺ, അങ്ങനൊന്നുമല്ല. എന്റെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഹെഡ്ഫോൺ എഴുതി വെച്ചെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ എഴുതാൻ വന്നത്. ഗൈസ് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു ഗൈസ്. മൊബൈൽ ഫോൺ അല്ല, അത് ഞാൻ കുറച്ച് ദൂരം പോവുകയാണെങ്കിൽ ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു സാധനം. എഴുതിയോ? എഴുതു. ഞാൻ എഴുതി. അതിന്റെ ഏത് പേര് ഒന്നേ പറ്റത്തുള്ളൂ. പറയും. കണ്ണാടി. കണ്ണാടി. സ്പെക്സ്. പിന്നെ ഞാൻ എന്റെ റൂമിന്റെ കീ. രണ്ടുപേരും കണ്ണാടിയാണ്, അതാണ് ഞാൻ സ്പെക്സ് ആണ് എടുക്കുന്നത്. ശരി, ഇതിന് ഒരു ഉത്തരം പറയുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഞാൻ ഒരു ദിവസം ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് പറയുന്നത്. ഒന്നേ എഴുതാൻ പറ്റും. ഒരെണ്ണം. കൊറേ ആപ്പ് ഉണ്ടല്ലോ നമ്മള് യൂസ് ചെയ്യുന്ന, അതിന്റെ അകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. പറയട്ടെ. എഴുതി. എഴുതിയോ? എഴുതട്ടെ. ടിക് വൺ. എഴുതിയോ? സത്യം പറയാൻ നല്ല വേദന ഉണ്ട് നമ്മുടെ കാലിക്കും കഴിക്കും. നല്ല വേദന. സത്യമാണ് ഇതില് ഇതിന് കുഴഞ്ഞ്. അതുകൂടാതെ പാല് ചേച്ചി നീളാൻ പറ്റത്തില്ല, നോയിസ് അടിക്കുന്നോണ്ട്. ആൻസറോ? ആൻസറോ? ഓക്കെ, ആൻസർ ചോദിച്ചുവാ. യോയോ ആപ്പ് എന്ന് ഗൈസ്. യൂട്യൂബ് ഗൈസ്. യോയോ. ഞാൻ ഇൻസ്റ്റഗ്രാമില് റീൽസ് കാണലാണ് ഗൈസ് കൂടുതലായിട്ടും. സോ രണ്ടുപേരും കഴിക്കണം. കൈ കാണിക്കൂ. ഇനി ഇതിലേക്ക് എടുത്തിട്ട് ഫസ്റ്റ് ആലോചിച്ചത് ഇൻസ്റ്റാഗ്രാം. പറ്റൂല. രണ്ട് രീതിയിലായിട്ട് തരുന്നു. ഇൻസ്റ്റഗ്രാം ആണ് ഗൈസ് ഞാൻ ഏറ്റവും കൂടുതൽ റീൽസ് ഞാൻ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടുകൊണ്ട് സ്ക്രോൾ ചെയ്തിരിക്കും. യൂട്യൂബ് കാണാറുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇൻസ്റ്റഗ്രാം ആണ്. രണ്ടുപേരും ഉത്തരം തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. ശരി, ഇപ്പോൾ എന്റെ ഫോണിന്റെ വാൾപേപ്പർ ഏതാണ്? രണ്ടുപേരും എന്റെ ഫോൺ കാണാറുള്ള ഈ ഫോണിന്റെ. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഈ ഫോൺ. ഫോണിന്റെ വാൾപേപ്പർ ഇപ്പൊ ഉള്ള വാൾപേപ്പർ എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള എഴുതിയോ? ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനും ഒന്ന് തന്നെയാണ് എന്റെ ഫോണില്. 777 ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. വൈറ്റ് കളറും സ്മൈലി. സോ ഗൈസ്, എന്റെ ഫോണിന്റെ വാൾപേപ്പർ
777 തന്നെയാണ്. 777 ആണ് എന്റെ ഫോണിന്റെ വാൽപേപ്പർ. അപ്പൊ ഒരു മാർക്ക് കൂടി നിൽക്കുകയാണ് ഗൈസ്. മന്തി ആര് തിന്നും എന്നുള്ളതിന്. ഞാൻ പറഞ്ഞില്ല നീ എടുത്തോളാം. രക്ഷപ്പെട്ടില്ലേ? എനിക്കറിയാം, ഞാൻ കുറച്ചും കൂടെ ഫോണിൽ കണ്ടു. ഞാൻ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ ഫോൺ എടുക്കാറില്ല. ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആസ്വദിക്കാറുള്ളൂ, സത്യം പറയാലോ. ടിവിയുടെ കൂടെ ഈ വീട് ശരി. ആസ്വദിക്കാം. ഞാൻ അവസാനം വാട്സാപ്പിൽ ഇട്ട സ്റ്റാറ്റസ് എന്തായിരുന്നു? ഞാൻ കണ്ടയാ. കണ്ടായിരുന്നില്ലേ? ഞാൻ അവസാനമായിട്ട് ഓക്കെ, ഞാൻ എഴുതിയ അവസാനമായിട്ട് വാട്സാപ്പിലിട്ട സ്റ്റാറ്റസ് എഴുതിയോ? കാണിക്കും. മൂവീസ് അത് ഏതാണെന്ന് എനിക്ക് തോന്നുന്നേ. ഓക്കെ. പൊന്നും ഹാപ്പി ബർത്ത്ഡേ മറ്റേ വീഡിയോ. അല്ല ഗൈസ്, രണ്ടും തെറ്റാണ്. ഞാൻ ഇന്ന് നവംബർ എത്രയായിരുന്നു? 19 അല്ലേ? മെൻസ് ഡേ ആയിരുന്നു. ഞാൻ മെൻസ് ഡേയുടെ ഒരു ഇത് ഞാൻ വാട്സാപ്പിൽ സ്റ്റോറി ആയിട്ടിട്ടായിരുന്നു, സ്റ്റാറ്റസ് ആയിട്ടിട്ടായിരുന്നു. ഇപ്പൊ രണ്ടുപേരും തെറ്റിച്ചിരിക്കുകയാണ് ഗൈസ്. ഞാനിത് കൊടുത്ത് ഞാൻ മടുത്ത് ഗൈസ്. കൈ കാണിക്കണം. ജയിച്ചിരിക്കുന്നത് അടുത്തത് ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം പണം ചെലവഴിക്കുന്ന കാര്യം ഞാൻ ക്ലൂ തരാം വേണമെങ്കിൽ. ഭക്ഷണം, ഷോപ്പിംഗ്, യാത്ര. ഞാൻ പണം ചെലവഴിക്കുന്നു. ഭക്ഷണം, ഷോപ്പിംഗ്, യാത്ര. ഞാൻ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നു. എഴുതിയോ? എന്താണ്? ഷോപ്പിംഗ്. ഷോപ്പിംഗ്. ഫുഡ്. ഷോപ്പിംഗ് ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത്. ഷോപ്പിംഗ് ആണ്. വീട്ടിൽ നിന്ന് കിട്ടാറുണ്ട് ഗൈസ്. എപ്പോഴും ഫ്ലിപ്കാർട്ടിൽ മീഷോയുടെ ഓരോ കൊറിയർ വന്നിരിക്കും. എനിക്കറിയാം. 2 പോയിന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇപ്പം മന്തി നമുക്കുള്ള. ശരി, അടുത്ത ചോദ്യം. ഇനി കുറച്ച് 2-3 ചോദ്യം കൂടെ ഉള്ളത്. അതോടുകൂടി നമ്മൾ ഈ പരിപാടി അവസാനിക്കും. അടുത്ത ചോദ്യം. എന്റെ ഏറ്റവും വലിയ അന്ധവിശ്വാസം. ഈ കാലത്ത് അന്ധവിശ്വാസങ്ങൾ വേണമെന്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരു അന്ധവിശ്വാസമുണ്ട്. എന്റെ ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു അന്ധവിശ്വാസമാണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അന്ധവിശ്വാസം. ഇതൊന്നും ഓക്കെ. എന്തെങ്കിലും അന്ധവിശ്വാസങ്ങൾ ഒരുപാട് ഉണ്ടല്ലോ. എന്റെ ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു അന്ധവിശ്വാസം, അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ. ഉത്തരവില്ല. ഗോസ്റ്റ് ആണ് ഗൈസ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഉത്തരവില്ല. പക്ഷെ എന്റെ കുഞ്ഞിലെ തൊട്ടുള്ള ഒരു അന്ധവിശ്വാസം, ഒറ്റമൈനെ കണ്ടാടിയിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് എനിക്കുള്ള ഒരു അന്ധവിശ്വാസം. ഞാൻ വിചാരിച്ചു ആമി എഴുതുമായിരിക്കും ഞാൻ വിചാരിച്ചു, പക്ഷെ രണ്ടുപേരും എഴുതില്ല. ഒരുത്തൻ ഗോസ്റ്റ്, പ്രേതത്തിനെ കണ്ടാൽ എനിക്ക് ഇഷ്ടം. എനിക്ക് അങ്ങനെ പേടിയില്ല പ്രേതത്തിനെ. അത് അന്ധവിശ്വാസമല്ല എനിക്ക്. സോ എന്താണ്, ഒറ്റമൈനെ കാണുന്നത്. ഇപ്പോഴും ഞാൻ ഒറ്റമൈനെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത മൈനെ ഞാൻ തേടാറുണ്ട്. അല്ലെങ്കിൽ 10 തെങ്ങ് എണ്ണുന്ന ഒരു പരിപാടി. അത് ഇതിനെനിക്കൊന്നും പറയാനില്ല. സോ പക്ഷെ ഇപ്പോഴും ആ അന്ധവിശ്വാസം ഉണ്ട്. എപ്പോ ഒറ്റ മീനെ കണ്ടാലും ഞാൻ അറിയാതെ ഞാൻ അടുത്ത മൈനെയും കൂടെ എന്റെ കണ്ണ് തേടി പോവാറുണ്ട്. സോ അത് മാറ്റാൻ പറ്റുന്നില്ല ഗൈസ്, എത്ര ശ്രമിച്ചിട്ട് ഇല്ലേ. അപ്പൊ അടുത്ത ചോദ്യം. ഇപ്പൊ രണ്ടുപേരും ഉത്തരം തെറ്റിച്ച്, രണ്ടുപേർക്കും പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് കൊടുത്ത് കുഴഞ്ഞു ഗൈസ്. അവസാനം പണിഷ്മെന്റ് മതി ഗൈസ്, അല്ലെങ്കിൽ തന്നെ ഇവർക്ക് എന്തെങ്കിലും ലൂസ് മോഷൻ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവും ഗൈസ്. പണിഷ്മെന്റ് ഞാൻ അവസാനത്തേക്ക് വെച്ചിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ പണിഷ്മെന്റ് കൊടുത്ത് കുഴഞ്ഞു ഗൈസ്.
നമുക്കിനി അവസാനം എല്ലാ പണിഷ്മെന്റ് കൂടെ കൊടുക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഏറ്റവും കൂടുതൽ കുടിക്കുന്നതെന്ന് ഇത് ഇവർക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ ഗൈസ്. ഏറ്റവും കൂടുതൽ കുടിക്കുന്നതെന്ന് ഒരു ദിവസം വെള്ളമല്ല അല്ലാണ്ട് എന്താണ്? ടീ. അതെ, ചായയാണ്. എനിക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തരാറുണ്ട് ഇടയ്ക്ക്. ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറയുന്നത്? കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ചല്ലേ? ഞാൻ വേണം ക്ലൂ തരാം. എന്തൊക്കെയാ കഴിയുന്നത്? ക്ലൂ തരാം. ഉദാഹരണത്തിന് ഒരുങ്ങുന്നത്, ഭക്ഷണം കഴിക്കൽ, തീരുമാനം എടുക്കാൻ. മൂന്നും ഞാൻ സമയം എടുത്താണ് ഗൈസ് ഞാൻ ചെയ്യുന്നത്. മൂന്ന് സത്യമാണ് ഗൈസ്. മൂന്ന് ഞാൻ സമയം എടുത്താ ചെയ്യുന്നത്. ഇതിൽ ഏതുത്തരം എഴുതിയത് ഞാൻ ഇവർക്ക് മാർക്ക് കൊടുക്കണം. മൂന്ന് ഞാൻ സമയം എടുക്കാറുണ്ട്. അല്ലല്ല, ഞങ്ങളെല്ലാം ഒരുങ്ങി കഴിഞ്ഞ് ഇങ്ങനെ താഴെ നിൽക്കണം. ഇത് നമുക്ക് നോക്കാം ഗൈസ്. എന്റെ ഏറ്റവും മോശം ശീലം, മൈ ബാഡ് ഹാബിറ്റ്. എന്റെ ബാഡ് ഹാബിറ്റ് എന്താണ്? ബാഡ് ഹാബിറ്റ്. ഇത് ഇവർ രണ്ടുപേരും എഴുതുന്ന ആൻസറിൽ നിന്ന് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് തന്നെ ഞാൻ പറയും. എനിക്കറിയാം എന്റെ ബാഡ് ഹാബിറ്റ് എന്താണെന്നുള്ളത്. എഴുതിയോ? എഴുതിയോ? പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും ഗൈസ്. ദേഷ്യം വരും. ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നു. ഞാൻ കൊറേ ശ്രമിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ അത് പെട്ടെന്ന് മാറുന്നില്ല. ശരി, എന്റെ വാഹനം ഓടിക്കുന്ന ശീലം എങ്ങനെയാണ്? വാഹനം ഓടിക്കുന്ന ശീലം വേഗത്തിലാണോ, പതുക്കെയാണോ, അത് ശ്രദ്ധിച്ചാണോ? എഴുതിയോ? എന്താണ്? ശ്രദ്ധിച്ച്. ഗൈസ്, ഞാൻ വളരെ ശ്രദ്ധിച്ച് മാത്രമേ വാഹനം ഓടിക്കാറുള്ളൂ. ഒരുപാട് വേഗത്തിലൊന്നും പോകാറില്ല. രണ്ടുപേരും കറക്റ്റ് ആക്കിയാണ് ഗൈസ്. ഒരുപാട് കാശ് കിട്ടിയാൽ ആദ്യം വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്ത്? എനിക്ക് ഒരുപാട് കാശ് കിട്ടിയാൽ ഞാൻ ആദ്യം വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്ത്? ഇപ്പൊ പ്രസന്റ് ലൈഫില് ഏറ്റവും കൂടുതൽ എനിക്ക് കുറെ കാശ് കിട്ടിയാൽ ആദ്യം ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഗൈസ്. എന്താണെന്ന് നോക്കാം. ഒരാള് മൈക്ക്, ഒരാള് ക്യാമറ. ഗൈസ്, ഞാനൊരു അത്യാവശ്യം നല്ലൊരു വീട് വാങ്ങിക്കാനാണ് ഗൈസ്. കുറെ കാശ് കിട്ടിയാൽ മേടിക്കുന്ന മൈക്കും ക്യാമറയും ഗൈസ്. ഞാനൊരു വീട് മേടിക്കും ഗൈസ്. നല്ലൊരു വീട് മേടിക്കും ഗൈസ്. പക്ഷെ വീടാണ് ഏറ്റവും. രണ്ടുപേരും ഉത്തരം തെറ്റിച്ചു. സോ നമ്മളൊരു ഫൈനൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതാക്കിയിട്ട് നമ്മൾ പരിപാടി നിർത്തിയാണ്. ഇപ്പൊ എത്ര മാർക്കുണ്ട്? രണ്ടെണ്ണം തെറ്റിച്ചു. അവൻ രണ്ടെണ്ണം ശരിയാക്കി. നോക്കുമ്പോ മന്തിക്ക് എന്തുകൊണ്ടും അർഹനായിട്ടുള്ള ഇവനാണ് ഗൈസ്. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളത്. എന്തായാലും നമുക്ക് ആ ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. ഒന്ന് തിരഞ്ഞെടുക്കാം. മലകയറ്റമാണോ എനിക്കിഷ്ടം, അത് ബീച്ചാണോ എനിക്കിഷ്ടം? മല കയറുന്നതാണ് എനിക്കിഷ്ടം, ബീച്ചാണോ എനിക്കിഷ്ടം? രണ്ടും ഇഷ്ടമാണ് ഗൈസ്. ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മൗണ്ടൈൻ ആണ് ഗൈസ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം മല കയറുന്നതാണെന്ന് തോന്നുന്നു. ബീച്ച് ഞാൻ എപ്പോഴും കാണാറുണ്ട്, ഡെയിലി കാണാറുണ്ട്. പക്ഷെ മല കയറ്റം ഞാൻ ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇതായതുകൊണ്ട് ഒരു ചോദ്യം വിളിച്ചു. ശരി, ഞാൻ ഐസ്ക്രീം അങ്ങനെ അധികം കഴിക്കാറില്ല. പക്ഷെ എനിക്ക് ഐസ്ക്രീമിൽ ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ ഏതാണ്? നോക്കാം ഗൈസ്. നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ ഏതാണ്? എഴുതിയോ? എന്താണ്? ചോക്ലേറ്റ് എഴുതി, ബട്ടർസ്കോച്ച് എഴുതി. വാനിലയാണ് ഗൈസ്, വാനില. എന്റെ ഫേവറേറ്റ് ടീച്ചറിന്റെ പേര് അല്ലെങ്കിൽ അധ്യാപകന്റെ പേര്, സാറിന്റെ പേര്?
വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ടീച്ചർ നെയിം? അല്ലെങ്കിൽ എന്റെ Okay, അത് സ്കിപ്പ് അടിക്കാവോ? ഏത് സ്കൂളിലാണ് എഴുതിയാൽ മതി. എനിക്കൊരു ഫേവറേറ്റ് ടീച്ചർ ഉണ്ട്. നമുക്ക് അങ്ങനെ സ്കിപ്പ് അടിക്കണം. സ്കിപ്പ് അടിക്കണോ? എന്തിന്? നമുക്ക് അറിയത്തില്ലല്ലോ. അറിയത്തില്ല. സ്കൂളിന്റെ പേര് എഴുതിയാൽ മതിയോ? അറിയത്തില്ലെങ്കിൽ തോൽവി സമ്മതിക്കണം മിസ്റ്റർ. അല്ലേ? അറിയില്ല, എന്നെ അറിയില്ല. എന്റെ ഫേവറേറ്റ് ടീച്ചറിന്റെ പേര് വിജയശ്രീ ടീച്ചർ എന്നാണ് പേര്. അയ്യോ, നമ്മുടെ ടീച്ചർ കഴിഞ്ഞ വർഷം വിജയശ്രീ. എന്നെ കുഞ്ഞിലെ പഠിപ്പിച്ച ചിൽഡ്രൻസ് പാരൻസി പഠിപ്പിച്ച ടീച്ചറാണ്. എന്റെ ഫേവറേറ്റ് ടീച്ചർ. ആ ടീച്ചർ കാരണമാണ് എനിക്ക് ആക്ടിങ്ങിൽ ഒരു കഴിവുണ്ട്, അതിലെത്തിപ്പെടാൻ പറ്റും എന്നൊക്കെ. അതൊക്കെ ഞാൻ വേറൊരു കാലം പിന്നീട് ഞാൻ പറഞ്ഞുതരാം. അതിപ്പോ നമ്മുടെ എന്താണ് ഗെയിമിന്റെ പേര് തന്നെ ആ സംഭവം പേര് തന്നെ മറന്നുപോയി കഴിക്കാണ്. ഇപ്പൊ എന്തായാലും ഈ ഗെയിം നമ്മളിവിടെ അവസാനിപ്പിച്ചപ്പോ ജയിച്ചിരിക്കുന്നത് ഒരു മാർക്കിന് വിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ നിഹാനാണ് ഗൈസ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ബിരിയാണി അപ്പൊ നമുക്ക് കൊടുക്കാം. അപ്പൊ ആദ്യം തന്നെ കൊടുത്തോളൂ. ഒറ്റയ്ക്കൊണ്ട് കഴിക്കരുത്, ഞങ്ങൾക്ക് കൊടുക്കാം. ഷെയറിങ് ഈസ് കെയറിങ് എന്ന് ഓക്കെ ഗൈസ്. അപ്പൊ ശരി ഗൈസ്, നമുക്കപ്പോ പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്ന മരറ്റാ മന്തിയൊക്കെ മതിയെന്ന് മേടിക്കും. ഒരു വിഷയം